നെയ്യുണ്ടല്ലേ? ചിക്കൻ തൊടാൻ പറ്റൂല. രാത്രി നീ തല വിളിക്കോ? ഒരു മിനിറ്റ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഈവനിങ്ങിൽ ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട് ഇന്ന് ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇന്ന് ചിക്കൻ വയ്ക്കുന്നു കേട്ടോ. അതിൻ്റെ ഒരു സ്പെഷ്യൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരമാണ് ഞാൻ ജോലിയും കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇത്തിരി താമസിച്ചു, നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇനി നേരെ ചിക്കൻ എടുക്കാൻ പോകണം. ചിക്കൻ ഏർപ്പാടാക്കിയിരിക്കുന്നത് ധന്യയാണ് കേട്ടോ. ധന്യ വീട്ടിൽ പറഞ്ഞ് ചിക്കൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. 2 ദിവസം മുമ്പേ ഏർപ്പാടാക്കിയതാണ്, പക്ഷേ കിട്ടിയപ്പോഴത്തേക്കും ഇന്ന് രാവിലെയാണ് കേട്ടോ അത് കിട്ടിയത്. അപ്പോൾ രാവിലെ എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ധന്യയുടെ വീട്ടിൽ പോയി ചിക്കൻ വാങ്ങിച്ചു. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ ചിക്കനാണ് കേട്ടോ. അപ്പോൾ നാടൻ ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നാടൻ ചിക്കൻ തൊലി കളയാത്ത ചിക്കനാണ്. അതായത് അതിൻ്റെ സ്കിന്ന് കളയാതെ പണ്ട് ചിക്കൻ കറി വെക്കത്തില്ലേ, അപ്പോൾ അതുപോലെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതും കൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട്. ഇന്നലെ കിട്ടിയിരുന്നെങ്കിൽ, ഇന്നലെ ഞാൻ ലീവായിരുന്നു, അപ്പോൾ ഇന്നലെ കിട്ടിയിരുന്നെങ്കിൽ രാവിലെ നല്ല എനിക്ക് ചില ഇഷ്ടങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അറിയില്ല. പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും ഓർമ്മ ഉണ്ടാവാൻ വഴിയില്ല. പണ്ടെന്ന് മീൻസ് ഒരു യൂട്യൂബ് തുടങ്ങിയ ആ സമയത്ത് ലാലു ചേട്ടൻ, അതായത് കുടുംബ വീട്ടിൽ വെച്ചിട്ട് ലാലു ചേട്ടൻ ചിക്കൻ വൃത്തിയാക്കി ജിഷ ചേച്ചി ചിക്കൻ വയ്ക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് തിന്നാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ നെടുമങ്ങാട് പോയതാണ് കേട്ടോ, കുടുംബ വീട്ടിൽ. കാരണം എനിക്ക് നാടൻ കോഴിയുടെ ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ തൊലിയൊന്നും കളയാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയൂടോ, നല്ല കൊഴുപ്പുണ്ടായിരുന്നു കേട്ടോ. കൊഴുപ്പ് മീൻസ് നെയ്യുണ്ടായിരുന്നു. എനിക്ക് നെയ്യുള്ള ചിക്കനൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനും മട്ടനുമാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം കേട്ടോ. ഇപ്പോഴേ വായിൽ വെള്ളം ഊറുന്നുണ്ട്. സംഗതി ഞാൻ അന്ന് രാത്രി വെച്ച് കഴിച്ച് എങ്കിലും ഇപ്പോഴും വായിൽ വെള്ളം ഊറുകയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പിള്ളേർക്കൊക്കെ ഏറ്റവും കൂടുതൽ നാടൻ ചിക്കൻ കറി കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് എപ്പോഴും സുലഭമായിട്ട് അത് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് അത് കൊടുക്കാൻ പറ്റാതെ ആയി പോണത്. എൻ്റെ മോനോട്ടനെ 1-2 പ്രാവശ്യം നാടൻ ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരിക്കെങ്കിലേ ഉള്ളൂ. ഡ്രസ്സൊന്നും മാറ്റാതെയാണ് നേരെ അടുക്കളയിലോട്ട് വന്നത്. കാരണം എന്തായാലും ഈ ഡ്രസ്സ് ഞാൻ വാഷ് ചെയ്യണം. അപ്പോൾ എനിക്കിനി കുളിക്കുകയും വേണം. കുളിച്ചിട്ട് വീണ്ടും ഡ്രസ്സ് ഇട്ടതിന് ശേഷം പിന്നെ ഇതും എടുത്ത് ആകെ ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കാണ് ഞാൻ കരുതിയത് ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം കുളിക്കാൻ പോവാന്ന്. അല്ലെങ്കിൽ ഞാൻ വന്ന ഉടനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ കോഴി 2 എണ്ണമാണ് വാങ്ങിച്ചത്. അത് ഒരു കോഴി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തികയൂല എന്ന് പറഞ്ഞിട്ട് 2 കോഴിയാണ് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു 2 കോഴി എൻ്റെ നമുക്ക് അധികമാണ് കേട്ടോ. ഒരു കോഴി എൻ്റെ മതിയായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ചില നാടൻ കോഴികൾ എല്ല് മാത്രമേ കാണത്തുള്ളൂ, അതിന് മാംസം കാണത്തില്ല. അതുകൊണ്ട് ചിലപ്പം തികഞ്ഞെന്ന് വരില്ല. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, പിന്നെ കുഞ്ഞ് എത്ര കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിരുന്നാലും അധികം ഇരുന്നാലും കുഴപ്പമില്ല, നമുക്ക് ഫ്രീസറിൽ വയ്ക്കാമല്ലോ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ 2 എടുത്തു. 1 ഇപ്പോൾ തന്നെ വയ്ക്കാൻ വേണ്ടിയിട്ട്, 2 പിറ്റേ ദിവസത്തേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ പറഞ്ഞു ചിക്കൻ വേവിച്ച് കുക്കറിലിട്ട് 1 വിസിൽ അടിച്ചതിന് ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചിക്കൻ എല്ലാം വൃത്തിയാക്കി അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്കിങ്ങനത്തെ വട്ടത്തരങ്ങളൊക്കെ ചില സമയങ്ങളിൽ തോന്നാറുണ്ട് കേട്ടോ. ചിക്കൻ കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് തന്നെയാണ് കൂടുതലും തോന്നണമെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കിപ്പം മൈൻഡിലുള്ളത് ഇനി നെക്സ്റ്റ് ടൈം മട്ടൻ കറി വെക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ മട്ടനാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം. കൊച്ചുനാൾ മുതലേ ഞാൻ ബീഫ് കഴിക്കില്ലായിരുന്നു, പക്ഷേ മട്ടൻ കൂടുതൽ കഴിച്ചിട്ടുണ്ട്. മട്ടനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഇപ്പം മട്ടൻ്റെ വില കാരണം അടുത്തൂടെ പോലും പോകാൻ പറ്റില്ല. അതുകൊണ്ട് മട്ടൻ വാങ്ങിച്ച് കറി വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മ കഴിക്കത്തില്ല, ബീഫും മട്ടനൊന്നും അമ്മ കഴിക്കത്തില്ല. അമ്മയ്ക്ക് സ്കിൻ അലർജി വരും. അങ്ങനെ അവിടെ ഇരുട്ടായതുകൊണ്ട് അമ്മ മെഴുകുതിരി കത്തിച്ച് വെക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ കാണാൻ വേണ്ടിയിട്ടേ അങ്ങനെ മെഴുകുതിരി കത്തിച്ച് വെക്കുകയാണ്. ഈ വട്ടത്തരം മാത്രമല്ല, എനിക്ക് ചട്ടിയിൽ കറി വയ്ക്കണമെന്നും ഈ പറയുമ്പോൾ അടുപ്പത്ത് കറി വയ്ക്കണം എന്നുള്ള വട്ടത്തരങ്ങൾ കൂടിയുണ്ട് കേട്ടോ എക്സ്ട്രാ. അതും എൻ്റെ ഒരു മെയിൻ വട്ടത്തരങ്ങളാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാടൻ കോഴി അത് നമ്മൾ അടുപ്പിൽ വയ്ക്കുമ്പോഴത്തേക്കും, നമ്മൾ വിറകടുപ്പിൽ വയ്ക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആണല്ലോ. പാതിരാത്രി ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഉറക്കമൊഴിഞ്ഞ് ഇങ്ങനെ ചിക്കൻ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചില്ലറ കൊതിയൊന്നും ആയിരിക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചില്ലറ കൊതിയൊന്നും അല്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്.
പിന്നെ ഒരു മെയിൻ കാര്യം, നമ്മൾ ഈ ചിക്കൻ കറി വയ്ക്കുമ്പോഴത്തേക്കും ഒരുപാട് സവാള ഇരിക്കുന്നതാണ് നല്ലത് കേട്ടോ. സവാള ഒരുപാട് ഇടുമ്പോൾ അതൊരു ഇനിപ്പിലോട്ട് പോവും. ഒരു കുഞ്ഞ് സവാളയൊക്കെ വേണമെങ്കിൽ ഇടാം. കൂടുതലും ഉള്ളി ഇടണം, കൊച്ചുള്ളി ഇടണം. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ചിക്കൻ കറി വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ കളർ അത് മെയിനാണ് കേട്ടോ. നല്ല ഡാർക്ക് കളറിലൊക്കെ ഇരിക്കണമെങ്കിൽ നല്ല സെറ്റാണ്. പിന്നെ ചിക്കൻ കറി കഴിച്ചു കഴിഞ്ഞാലും മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാലും മീൻ കറിയൊക്കെ കഴിച്ചു കഴിഞ്ഞാലും കഴിച്ചു എന്ന് തോന്നണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കുരുമുളകും ഈ പറയും പോലെ മുളക് പൊടിയൊക്കെ ഒന്ന് മുന്നോട്ട് നിൽക്കണ്ടേ. അതാണ് അതിൻ്റെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്. പലരും പല രീതിയിലാണ് ചിക്കൻ കറി വയ്ക്കുന്നത്. ഉള്ളി മിക്സിയിലിട്ട് അടിച്ച് വെക്കുന്നവരുണ്ട്, അല്ലാതെ ചതച്ചിടുന്നവരുണ്ട്. എനിക്ക് അങ്ങനെ ചതയ്ക്കുന്നതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് മുഴുവനെ കിടക്കുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് മുഴുവനെയൊന്നും പിന്നീട് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അതൊക്കെ അരങ്ങി ചേർന്നു അതിൻ്റെ കൂട്ടത്തിൽ. നാടൻ ചിക്കന് എനിക്ക് തോന്നുന്നു ഇത്തിരി വേവ് കൂടുതലാണ് കേട്ടോ. നമ്മളെ വെള്ളക്കോഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് അതങ്ങ് വെന്ത് കിട്ടും. പക്ഷേ ഇതങ്ങനെയല്ല, കുറച്ച് വേവ് കൂടുതലാണ്. അത് ആ ചട്ടി കിടന്ന് നന്നായിട്ട് വരണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നതും. ആ കനലിൽ കിടന്ന് അങ്ങനെ വറ്റി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ. പിന്നെ പോരാത്തതിന് മീൻകറി ആയാലും ചിക്കൻ കറി ആണെങ്കിലും വെച്ചിട്ട് അന്ന് തന്നെ എടുക്കുമ്പോഴത്തേക്കും അതൊരു ടേസ്റ്റ് അത്രയും ടേസ്റ്റ് വരത്തില്ല. പക്ഷെ പിറ്റേ ദിവസം കാപ്പിയുടെ കൂടെ കഴിക്കണം. എൻ്റെ ഈശ്വരാ. ഇത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വേവിക്കുന്നതാണ് കേട്ടോ. കുക്കറിലിട്ടോ 1-2 വിസിൽ മതി. ഒരുപാട് വിസിലായി കഴിഞ്ഞാൽ പറ്റത്തില്ല, അപ്പം വെന്ത് പോവും. അതുകൊണ്ട് 1-2 വിസിൽ മതി. അങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ ഇത് ഫ്രീസറിൽ വെച്ചാൽ മതി. പക്ഷെ നമ്മളെ ഫ്രീസറിൽ നല്ല ഐസായി ഇരിക്കുന്നത് കൊണ്ട് ഫ്രീസറിൽ വയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ അമ്മ പറഞ്ഞു ഒന്ന് വേവിച്ചിട്ട് നമുക്ക് താഴെ തട്ടിൽ വയ്ക്കാം, ഫ്രീസറിൽ വയ്ക്കണ്ട. ഫ്രീസറിൽ വയ്ക്കണമെന്നില്ലല്ലോ വേവിച്ച് കഴിക്കുക. അങ്ങനെ വേവിച്ചതാണ് കേട്ടോ. പിന്നെ തൈര് മേടിച്ചുകൊണ്ട് വന്നത് എനിക്ക് സലാഡ് മെയിനാണ്. ഇത് പെടക്കോഴിയാണ്, അതുകൊണ്ടാണ് മുട്ടയുടെ മഞ്ഞ കിടന്നത് കേട്ടോ. പക്ഷെ എനിക്ക് മുട്ടയുടെ മഞ്ഞ ഇങ്ങനെ ചിക്കൻ കറിയിൽ കിടക്കുന്നത് വലിയ ഇഷ്ടമല്ല. അപ്പോൾ മോനോട് നേരത്തെ ബുക്ക് ചെയ്ത് എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ മുതുകിൻ്റെ പിറകെ നല്ല സ്വെറ്റിങ് കാണുന്നത് കേട്ടോ. അപ്പം നല്ല അത്യാവശ്യം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ജോലി സ്ഥലത്തു നിന്ന് വന്നത്. അപ്പോൾ ഇവിടെയും കൂടെ ആയപ്പോഴത്തേക്ക് ഏകദേശം എൻ്റെ കാര്യത്തിൽ നല്ല തീരുമാനമായിട്ടുണ്ട്. എനിക്ക് ചിക്കൻ അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പേ വിശന്ന്, കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. മോനോട് നേരത്തെ തുടങ്ങി കേട്ടോ. ഇത് കണ്ടപ്പോഴേ പറയുന്നുണ്ട് അമ്മ കറിയിലിട്ട കോഴിമുട്ട വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ക്ഷമിച്ചിരിക്കും മോനെ, തരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് കുറച്ച് ഗ്രാമപ്രദേശത്താണ് നാടൻ കോഴി കുറച്ചും കൂടെ സുലഭമായിട്ട് കിട്ടണേന്ന്. എനിക്ക് തോന്നുന്നു നാടൻ കോഴിക്കറി കൊടുക്കുന്ന സ്ഥലങ്ങൾ മാത്രമായിട്ടുണ്ട്. ചില തട്ടുകടകളുണ്ട്, ചില കടകളുണ്ട്. ഹോട്ടലിൽ അങ്ങനെയല്ല, ചില ഉൾനാടൻ കടകളിൽ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ പൊതുവെ കുറവാണ് കേട്ടോ നാടൻ കോഴി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഒരു പ്രദേശം എന്നൊക്കെ പറയുന്നത് കുറച്ച് ഗ്രാമപ്രദേശം തന്നെയാണ്. ഭയങ്കര ഗ്രാമപ്രദേശം എന്ന് പറയാനൊന്നും പറ്റത്തില്ല, ചെറിയൊരു വില്ലേജൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ പോലും കിട്ടുന്നില്ല. ഞാൻ എത്ര ഇടത്ത് ചോദിച്ചിട്ടാണ് ഏറ്റവും അവസാനം എനിക്ക് ഒട്ടും കിട്ടണില്ല എന്ന് വന്നപ്പോഴാണ് ധന്യയുടെ പപ്പ എനിക്ക് വേണ്ടിയിട്ട് അത് വാങ്ങിച്ചു തന്നത് കേട്ടോ. അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ധന്യയുടെ വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നാടൻ കോഴി തന്നെയാണ്. പണ്ട് തൊട്ടേ അവിടെ നാടൻ കോഴി തന്നെയാണ്. അവരിതാ ഇങ്ങനെയാണ് വെക്കുന്നത്, തൊലിയൊന്നും കളയാതെ. അവിടുത്തെ ധന്യയുടെ പപ്പ തന്നെയാണ് അത് വൃത്തിയാക്കുന്നത്. എൻ്റെ വീട്ടിൽ പണ്ട് അച്ഛൻ വൃത്തിയാക്കുമായിരുന്നു. പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്കും അച്ഛന് ഭയങ്കര പാടാണ് ഇതിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനും കണ്ടിട്ടുണ്ട് പണ്ട് അച്ഛൻ വൃത്തിയാക്കുന്നതും അതിൻ്റെ പൂടെയൊക്കെ ഞാനും പിന്നണതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് അറിവ് വെച്ച സമയം മുതൽ നമുക്കത് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ പാടാണ്. ഇപ്പോഴും എന്നെ കൂടെ അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ. അന്ന് അറിവില്ലാതിരുന്ന സമയത്ത് അച്ഛൻ കോഴിയെ കൊന്നിട്ട് അവിടെ ഇടും, ഇലയിലിടും. ഞാൻ അതിൻ്റെ പൂട പറിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് കുറേ നൊസ്റ്റാൾജിയാസാണ് കേട്ടോ. ഞാൻ നൊസ്റ്റു പുഴുവാണെന്ന് വേണമെങ്കിൽ പറയാം. കുറേ ഓർമ്മകളിലൂടെ ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പണ്ടത്തെ കാലം ഒരുപാട് മിസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അതായത് വീട്ടിൽ നിൽക്കുമ്പം നേരത്തെ ഒരു 11 മണിയാകുമ്പം കുളിക്കണം, ഇലയിൽ നോൺ വെജ് കഴിക്കണം. ഇതേപോലെ ഇപ്പം മട്ടനോ ചിക്കനോ എന്തായാലും ആയിക്കോട്ടെ, വയറ് നിറച്ച് കഴിക്കണം. എന്നിട്ട് സുഖമായിട്ടൊരു 3 മണിക്കൂർ കിടന്നുറങ്ങണം, എന്നിട്ട് എണീക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് അത് കിട്ടുന്നില്ല കേട്ടോ. ഭയങ്കര ഒരു വിഷമമാണ്. ഈ ഒരു കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് കുറച്ച് ഈ ജോലിക്കൊന്നും ഇറങ്ങി പോകണ്ടല്ലോ, ആ സമയത്തൊക്കെ എനിക്ക് അങ്ങനെ ഒരു ചാൻസൊക്കെ കിട്ടി. പക്ഷേ ഇപ്പോൾ ഞാൻ എത്ര മാക്സിമം ശ്രമിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു
സന്ദർഭം കിട്ടുന്നില്ല. ഇന്നിപ്പം ചെറിയൊരു എന്താണ് സാമ്യമുണ്ട്. കാരണം ഫുഡ് കഴിച്ചിട്ട് നേരെ പോയി കിടന്നുറങ്ങാമല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഇല വേണമല്ലോ, എനിക്ക് ഇല നിർബന്ധമാണ്. ഇങ്ങനെ ഇല കണ്ടിക്കണം എന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എങ്കിൽ ശരി വാഴയില പിറകമുണ്ട്, നീ വെള്ളം കുടങ്ങിയിട്ട് വാഴയില കണ്ടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ പോയി വാഴയില കണ്ടിച്ച് വരെ വന്നു. കാരണം എനിക്കതൊരു ആഗ്രഹം കേട്ടോ, ചൂട് കറി ഇലയിൽ പച്ച ഇലയിൽ കിട്ടുമ്പോൾ അതിൽ നിന്നൊരു മണം വരും. എൻ്റെ പൊന്നോ, അല്ല അല്ലല്ലേ എടുത്തിട്ടാണ് ഇനി എടുക്കാൻ നടക്കണം, എന്തിട്ട് എടുത്താൽ മതി. ഒന്ന് മോന്ത കാണിക്കൂ നോക്കട്ടെ. അത് കോഴിയുടെ ഒന്നുമല്ല, അത് അതിൻ്റെ കാലാണ്. അമ്മ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. എവിടെ ഞാൻ കഴിക്കാതെ എങ്ങനെ ഇരിക്കും, ഒരു രക്ഷയില്ല, ഞാൻ കഴിക്കും. ഞാൻ അത് പിന്നീട് അവസാനം എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അത് അതിൻ്റെ കാലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അമ്മ അവിടെ അടുക്കളയിൽ, വെളിയിൽ അടുക്കളയിൽ ജോലിയിലായിരുന്ന സമയത്ത്, ഇത് വെക്കണേൻ്റെയൊക്കെ ഇതിലായിരുന്ന സമയത്ത് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എനിക്ക് പാത്രം കഴുകാനുള്ള സമയമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇരുന്ന ഉച്ചക്കലത്തേക്ക് കറി വെച്ച പാത്രങ്ങളെല്ലാം മാറ്റി കുറേ അങ്ങ് മാറ്റി കഴുകി കേട്ടോ. അത്രയും അങ്ങ് കഴുകി മാറ്റിയപ്പോൾ തന്നെ അവിടെ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. കാരണം കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അടുക്കളയിൽ കയറുന്ന പരിപാടിയൊക്കെ വളരെ കുറവാണ് കേട്ടോ. വളരെ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ വെഞ്ഞാറുമുട്ടിലായിരുന്ന സമയത്ത് പിന്നെയും ഞാൻ അടുക്കളയിലൊക്കെ കയറുമായിരുന്നു. അരിഞ്ഞു പെറുക്കി കൊടുക്കാനാ, അല്ലെങ്കിൽ തേങ്ങ തിരുവി കൊടുക്കാനാ, അങ്ങനെ പാത്രം കഴുകി കൊടുക്കൽ, അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒട്ടും സമയം തികയണില്ല. എനിക്ക് ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂർ, 24 മണിക്കൂറുണ്ടെങ്കിൽ എനിക്ക് തികയണില്ല, ഒട്ടും തികയണില്ല. രാവിലെ എണീറ്റാലും ശരി, രാവിലെ എണീറ്റില്ലെങ്കിലും ശരി, ഒന്നിനും സമയം തികയണില്ല. എൻ്റെ കുറേ ജോലികൾ പെൻഡിങ് ആവാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും ഇതെന്താ ഇങ്ങനെ. ഇനി പെൻഡിങ്ങിലുള്ളത് ക്ലീനിങ്ങും തുണി കഴുകലുമാണ്. അത് ഇന്നിനിപ്പോൾ എന്തായാലും നടക്കുന്നില്ല, കാരണം പാതിരാത്രിയായി കേട്ടോ. അപ്പോൾ 10 മണിക്കെങ്കിലും കിടന്നാലേ പിറ്റേ ദിവസം രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്നിനിപ്പോൾ ഒരു പരിപാടിയും നടക്കത്തില്ല. ആഹാരം കഴിക്കുക, പോയി കിടന്നുറങ്ങുക, അത് മാത്രമേ പറ്റത്തുള്ളൂ. വസുവിന് ഇപ്പോൾ ഇച്ചിരി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവ എപ്പോഴും ഞാൻ ജോലിക്ക് പോകുമ്പോഴത്തേക്കും അവ എന്നെ വിളിക്കും, വീഡിയോ കോൾ ചെയ്യും, അല്ലെങ്കിൽ വോയിസ് കോൾ ചെയ്യും. തന്നെത്താൻ അമ്മയുടെ ഫോൺ എടുത്തൊക്കെ വിളിക്കാൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കും, അമ്മ എത്ര നേരം കൊണ്ട് പോയതാണ്, ഇതുവരെയായിട്ടും വീട്ടിൽ കയറാറായില്ലേ എന്ന് ചോദിക്കാറുണ്ട്. ആ നിഷ്കളങ്കമായ ചോദ്യം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് വിഷമം തോന്നും കേട്ടോ. നല്ല ബിസി ആണല്ലോ ഞാനെന്ന്. കാരണം അവൻ്റെ അമ്മയെ അവന് കയ്യിൽ നന്നായിട്ട് കിട്ടുന്നുകൂടിയില്ല കേട്ടോ. ഈ തരുന്നത് ടെസ്റ്ററാണ് കേട്ടോ. കാരണം ഉപ്പുണ്ടോ അല്ലെങ്കിൽ പുളിയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി എനിക്ക് തരുന്നതാണ്. അപ്പോൾ ഞാൻ പറയും എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ തന്നില്ലേ, കുറച്ച് പീസ് അധികം തരൂ എന്ന് പറഞ്ഞിട്ട് ഞാനെടുത്ത് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ കുറച്ച് ഉപ്പ്, ഒരു ശകലം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപ്പ് സത്യം പറഞ്ഞാൽ കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രുചിക്കുറവ് തോന്നും. അപ്പോൾ ഉപ്പിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം സെറ്റാണ് കേട്ടോ. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് അതിൽ തന്നെ കിടന്ന് തിളച്ച് കിടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പെട്ടെന്ന് നമ്മൾ ചട്ടിയിലല്ലേ വെച്ചത്, അതുകൊണ്ട് പെട്ടെന്ന് മൂട്ടി പിടിക്കുന്നുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു പുകയുടെ ചെവ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരുപാട് നേരം കിടക്കണ്ടെന്ന്.
ഞാനങ്ങനെ പാതിരാത്രിക്ക് പോയി ഇല കണ്ടിച്ചുകൊണ്ട് വന്നു. വെള്ളമൊക്കെ കുടങ്ങിയാണ് കേട്ടോ ഇല കണ്ടിച്ചത്. വെള്ളം കുടങ്ങി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഉറക്കമാവുമല്ലോ. അതുപോലെ തന്നെ ഈ വാഴയെ ഉറങ്ങുമല്ലോ. അപ്പോൾ വാഴയെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കുടങ്ങി കൊടുക്കുന്നത്. അപ്പോൾ തുളസിയൊക്കെ പറിക്കാൻ നേരത്തെ നമ്മൾ വെള്ളം കുടങ്ങിയിട്ടാണ് പറിക്കുന്നത് കേട്ടോ. ഈ കരയുന്നത് എന്തിനാണെന്ന് മനസ്സിലായ? കാരണം ഫുഡൊക്കെ വിളമ്പി ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ആള് കിടന്ന് കരയുന്നത്. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പറയും മലന്ന് കഴിക്കുന്നു പറയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ എടുക്കാൻ നിന്നില്ല. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വിചാരിച്ച് വേണ്ട, ആഹാരം തോന്നുമ്പം വന്ന് കഴിക്കട്ടെ എന്ന്. അപ്പോൾ ആളെ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ച് ഞാൻ സോപ്പിടാൻ വേണ്ടിയിട്ട് ചെല്ലണം എന്ന് വിചാരിച്ചിട്ട് ആളവിടെ കുറേ ഷോയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മൈൻഡ് ചെയ്യാതെ ഞാനിരുന്ന് കഴിച്ചുകൊണ്ടേയിരുന്ന്. അപ്പോൾ വരുന്ന് കഴിക്കട്ടെ, നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആൾ വന്ന് അങ്ങ് കഴിച്ചു. എനിക്കും മോനോടനും സലാഡ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അതുണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യം ഞങ്ങൾക്കില്ല. ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ അതുണ്ടെങ്കിലേ നമുക്ക് തീരത്തുള്ളൂ. ഞാൻ വാരിത്തരാടാ എന്ന് പറഞ്ഞതാണ്. അപ്പോഴാണ് അവൻ പറയുന്നത് വേണ്ടമ്മ, ഞാൻ തന്നെ താനെ വാരി കഴിച്ചോളാം, ഞാൻ വലിയ കൊച്ചായില്ലേന്ന്. പക്ഷെ ഞാൻ വാരി കൊടുക്കാനുള്ളതായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ ഒന്നും അവൻ കഴിച്ചില്ല കേട്ടോ. വെറും ചോറും സലാഡും വേണ്ടിയിട്ട് സലാഡ് മാത്രമാണ് കഴിച്ചത്. ഞാൻ വിചാരിച്ച പോലെ ഒന്നും ചിക്കനോ ഒന്നും അവൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആഹാരമൊക്കെ കഴിച്ച് സത്യം പറയാലോ ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷം തോന്നി. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് വയറ് നിറച്ച് കഴിക്കാൻ പറ്റുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമില്ലേ, അത് തന്നെയാണ്. സത്യം പറയട്ടോ, ഞാൻ എന്നും കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ചോറ് രാത്രി കഴിച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ കിടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കുറേ ദൂരം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടന്നിട്ടാണ് പിന്നീടാണ് കിടന്നത്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. അത് ചിക്കൻ കറിയുടെ ഒരു സ്പെഷ്യൽ വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.